മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യെരുശലേമിലേക്ക് വന്നു. 2-ാം വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 3-ാം വാക്യം. ഹെരോദ രാജാവ് ഇത് കേട്ടിട്ട് അവനും അവനോടൊപ്പം യെരുശലേം മുഴുവനും പരിഭ്രമിച്ചു. 4-ാം വാക്യം. അവൻ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു ജനിക്കേണ്ടത് എവിടെയാകുന്നു എന്ന് അവരോട് ചോദിച്ചു. 5-ാം വാക്യം. അവർ അവനോട്, യഹൂദ്യയിലെ ബെത്ലഹേമിൽ തന്നെ പ്രവാചകൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 6-ാം വാക്യം. യഹൂദ്യദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. 7-ാം വാക്യം. അപ്പോൾ ഹെരോദാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷമായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. 8-ാം വാക്യം. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. നിങ്ങൾ അവനെ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് എന്നെ വിവരം അറിയിക്കുവിൻ എന്ന് പറഞ്ഞു. 9-ാം വാക്യം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്കു കണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. 10-ാം വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു.